ഹായ് ഓൾ, നിങ്ങളെല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. ക്ലാസ് 10ലെ അതിമനോഹരമായ റിസൾട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സന്തോഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും മെസ്സേജായി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഈ മെസ്സേജുകൾ പറയുന്നത് എത്രത്തോളമാണ് സൈലത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങളെ സഹായിച്ചതാണ്. എക്സ്പെഷ്യലി നമ്മളിതാ എക്സാം സമയത്ത് വെച്ച സ്പെഷ്യൽ ക്ലാസ്സുകളെല്ലാം. സോ ഇപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും കൺഫ്യൂഷനിലാണല്ലേ. ഇനി ക്ലാസ് 10ന് ശേഷം ക്ലാസ് 11ൽ 12ൽ ഹയർ സെക്കൻഡറിയിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം? സയൻസ് വേണോ കൊമേഴ്സ് വേണോ? മക്കളെ, ഈ കാര്യം, ഈ സെലക്ഷൻ തീർച്ചയായും നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഡിസിഷനാണ്. നിങ്ങൾ കരിയറിൽ ആരായി തീരണം. ഏറ്റവും വൈസായിട്ടുള്ള ഡിസിഷനാണ് നിങ്ങൾ ആ കാര്യത്തിൽ എടുക്കേണ്ടത്. ഏറ്റവും ചിന്തിച്ച് വേണം ആ ഡിസിഷൻ എടുക്കാൻ. നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം കുറച്ച് സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെയും കരിയർ സാധ്യതകളെക്കുറിച്ച്. ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ക്ലാസ് 11 and 12ൽ ബയോളജി മാത്തമാറ്റിക്സ് ആണ്. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? എല്ലാ കോഴ്സുകളിലേക്കും പോകാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സൽ കോഴ്സാണ് ബയോളജി മാത്തമാറ്റിക്സ്. ബയോളജി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അതിനുശേഷമുള്ള മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. സോ ബയോളജി പഠിക്കാത്തൊരു വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നു. ഏത്? മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോമ്പിനേഷൻ ഏതാണ്? അത് കമ്പ്യൂട്ടർ സയൻസും മാത്തമാറ്റിക്സുമാണ്. കമ്പ്യൂട്ടർ സയൻസും മാത്തമാറ്റിക്സും പഠിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ ന്യൂ ജനറേഷൻ കോഴ്സുകളായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ്, AI ടെക്നോളജി തുടങ്ങിയ എല്ലാ കോഴ്സുകളിലേക്കും പോകാം. ഇതോടൊപ്പം തന്നെ ബാക്കി എല്ലാ ഡിഗ്രി കോഴ്സുകളും നിങ്ങൾക്ക് ഓക്കെയാണ്. സോ എന്തുകൊണ്ടാണ് സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രിപ്പറേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് ക്ലാസ് 11 and 12ന് ശേഷം എൻട്രൻസ് എക്സാമുകൾ എഴുതി ഏറ്റവും മികച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഞ്ചിനീയറിംഗോ MBBS അഡ്മിഷനോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻട്രൻസ് എക്സാം എഴുതേണ്ടതുണ്ട്. സോ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയമാണ് മക്കളെ. സോ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ ആഗ്രഹം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ആണെങ്കിൽ. സോ ഇതല്ലാതെ ബാക്കി ഏതെല്ലാം കോഴ്സുകളുള്ള കാര്യം നോക്കാം. സയൻസ് പഠിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ കോഴ്സുകൾക്ക് പുറമെ നിങ്ങളെ കാതിൽ വിശാലമായ ലോകം ഇന്ത്യയുടെ ഡിഫൻസ് സർവീസാണ്. ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളിലും ക്ലാസ് 11 and 12ൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യൽ സീറ്റുകളും കോഴ്സുകളും ഉണ്ട്. സോ ആ കാര്യവും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അല്ലാതെ കൊമേഴ്സ് സ്വപ്നം കാണുന്ന ആളുകളെ കുറിച്ചാണെങ്കിലോ, നിങ്ങൾ തീർച്ചയായും മികച്ച ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇനി കൊമേഴ്സാണ് നിങ്ങൾ എടുക്കാൻ തീരുമാനിച്ചെങ്കിലോ മക്കളെ, നിങ്ങളുടെ തീരുമാനം ഏറ്റവും അനുയോജ്യമായ സമയത്താണ്. കൊമേഴ്സിലും ഏറ്റവും അധികം ജോലി സാധ്യതകളുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇതാ ഇപ്പോൾ അവൈലബിൾ ആണ്. CA, CMA, ACCA തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ ഇതാ നിങ്ങളുടെ കയ്യെത്തും ദൂരത്തുണ്ട്. ഏറ്റവും മികച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. എല്ലാ കോഴ്സിനും നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുമായി സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. സീ യു.